നമസ്കാരം. CPM നവീന്റെ കുടുംബത്തിനൊപ്പം, പക്ഷേ CBI അന്വേഷണം വേണ്ട. MV ഗോവിന്ദന്റെ ഈ പ്രസ്താവനയിൽ CPMന്റെ കപടമുഖം ഒന്നുകൂടി വ്യക്തമാകുകയാണ്. അതായത് നവീൻ ബാബുവിന്റെ കുടുംബം CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെടുമ്പോൾ അത് വേണ്ട എന്നാണ് സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ കുടുംബം ആവശ്യപ്പെട്ടുള്ള CBI അന്വേഷണം എന്ന ആവശ്യം പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ളതാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രസ്താവന. CBI അന്വേഷണത്തെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ പാർട്ടിക്കുണ്ട് എന്നും CBI കൂട്ടിലടച്ച തത്തയാണ് എന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. എന്നാൽ പാർട്ടി എപ്പോഴും നവീന്റെ കുടുംബത്തിനൊപ്പമാണ് എന്നും ഗോവിന്ദൻ ആവർത്തിക്കുന്നു. ഇതിപ്പോ സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണോ അതോ ഇരയ്ക്കൊപ്പമാണോ എന്ന് തിരിച്ചറിയാനാകാത്ത അവസ്ഥയാണുള്ളത്. സർക്കാരിനെതിരെയുള്ള അഥവാ സർക്കാരിന് താല്പര്യമുള്ള പല കേസുകളിലും പൊതുവെ CBI അന്വേഷണത്തെ എതിർക്കുന്ന കാഴ്ച പതിവാണ്. പക്ഷേ ഇവിടെ ഗോവിന്ദൻ മാസ്റ്റർ CBI അന്വേഷണം ഭയക്കുന്നതിന് പിന്നിൽ ഇമ്മിണി വലിയ കളികൾ തന്നെയാണ് എന്നതിൽ തർക്കമില്ല. കാരണം ഇതിലൊരു കേന്ദ്ര അന്വേഷണം ഉണ്ടായാൽ സ്വന്തം മകനടക്കം ഗോവിന്ദന്റെ കുടുംബം മുഴുവൻ കോടതി കയറി ഇറങ്ങേണ്ടി വരും. അതുകൊണ്ടാണ് ഒളിവിൽ കഴിഞ്ഞ ദിവ്യയെ സഹായിക്കാനും ജയിൽവാസത്തിന് ശേഷം പുറത്തു വന്ന ദിവ്യയെ സ്വീകരിക്കാനുമൊക്കെ ഗോവിന്ദ പത്നി ശ്യാമള മുന്നിൽ നിന്നത്. മാത്രമല്ല പാർട്ടിയിലെ മറ്റു പല പ്രമുഖരുടെയും മുഖം രക്ഷിക്കാനും അവരെ തൃപ്തിപ്പെടുത്താനും ഗോവിന്ദന് ഇത്തരത്തിലൊരു സ്റ്റാൻഡ് എടുത്തേ തീരൂ. പാർട്ടി കുടുംബത്തിനൊപ്പം എന്ന് പറയുമ്പോഴും കുടുംബത്തിന്റെ ആവശ്യം നിരസിക്കുക വഴി വേട്ടക്കാരനൊപ്പമാണ് എന്ന് അടിവരയിട്ടുറപ്പിക്കുകയാണ് ഗോവിന്ദൻ. അതേസമയം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ കേസ് ഡയറി ഹാജരാക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. അടുത്ത മാസം 6-ന് കേസ് ഡയറി ഹാജരാക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ സത്യവാങ്മൂലം നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടു. നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഭാര്യ K മഞ്ജുഷ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് കേസ് ഡയറി ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചത്. ഹർജിയിൽ അടുത്ത മാസം 9-ന് വിശദമായ വാദം കേൾക്കും. സർക്കാരിനോടും CBIയോടും കോടതി നിലപാട് തേടുകയും ചെയ്തു. കേസിൽ CBIക്ക് നോട്ടീസ് അയക്കും. അന്വേഷണം ശരിയായ ദിശയിലല്ല എന്നാണ് ഹർജിക്കാരിയായ മഞ്ജുഷ കോടതിയെ അറിയിച്ചത്. പ്രതിസ്ഥാനത്തുള്ള ദിവ്യയ്ക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ട് എന്നും അന്വേഷണം അട്ടിമറിക്കപ്പെടുമെന്നും കുടുംബം കോടതിയിൽ പറഞ്ഞു. കൊലപാതകമെന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്ന് കോടതി ഹർജിക്കാരിയോട് ചോദിച്ചു. അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്ന് പറയുന്നതിൽ പ്രതി രാഷ്ട്രീയ നേതാവാണെന്നതല്ലാതെ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നും കോടതി ചോദിച്ചു. നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെയാണ് ഭാര്യ K മഞ്ജുഷ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാകാമെന്നും സംഭവത്തിന് പിന്നിൽ വൻ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുമാണ് ഹർജിയിൽ ആരോപിച്ചിട്ടുള്ളത്. ഏകപ്രതിയായ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയെ രക്ഷിക്കുന്ന തരത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നടപടിയെന്ന് ഹർജിയിൽ പറയുന്നു. ദിവ്യയുടെ സ്വാധീനത്തിന് ജില്ലാ കളക്ടർ വഴങ്ങി എന്ന ഗുരുതരമായ ആരോപണവും ഉന്നയിക്കുന്നുണ്ട്. തെറ്റ് ചെയ്തതായി നവീൻ പറഞ്ഞു എന്ന മൊഴി പിന്നീട് കളക്ടർ അരുൺ K വിജയൻ നടത്തിയ പ്രസ്താവന ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ആരോപണം. പ്രത്യേക അന്വേഷണ സംഘം ശാസ്ത്രീയ തെളിവ് ശേഖരണത്തിന് യാതൊരു വിധത്തിലുള്ള താല്പര്യവും കാട്ടുന്നില്ല. തെളിവുകൾ മറച്ചുവെക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം. പാർട്ടി സ്വാധീനമുള്ള ദിവ്യയെ പേടിച്ച് നവീന്റെ സഹപ്രവർത്തകർ പോലും വസ്തുത പറയാൻ തയ്യാറാകുന്നില്ല. അതിനാൽ CBI അന്വേഷണത്തിന് ഉത്തരവിടണമെന്നാണ് അഡ്വക്കേറ്റ് ജോൺ S. റാൾഫ് മുഖേന നൽകിയ ഹർജിയിലെ ആവശ്യം. പ്രത്യേക സംഘം അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സ്റ്റേ ചെയ്യണമെന്ന ഇടക്കാല ആവശ്യവും ഹർജിയിലുണ്ട്. മുരളീധരൻ കൊഞ്ചേരിലം എന്നയാളുടെ പൊതു താൽപര്യ ഹർജിയും എത്തിയിട്ടുണ്ട്.